ഫുട്ബോൾ കേവലം ഒരു കളി മാത്രമല്ല, ചിലപ്പോൾ അത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടമായി മാറാറുണ്ട്. മൈതാനത്ത് പന്തു തട്ടുന്നത് സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ കളിക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണെങ്കിലോ? അത്തരമൊരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 52 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇത്തവണത്തെ ലോകകപ്പിൽ യോഗ്യത നേടുക മാത്രമല്ല, ഗ്രൂപ്പ് ഘട്ടം കടന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറി ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്ത ഒരു ടീമുണ്ട്, DR കോങ്കോ. ഫുട്ബോളിലെ മുടിചൂടാ മന്നനായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് DR കോങ്കോ വരവറിയിച്ചത്. പലരും ഡോക്ടർ കോങ്കോ എന്ന് തെറ്റി വിളിക്കാറുണ്ടെങ്കിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നതിന്റെ ചുരുക്കപ്പേരാണ് DR കോങ്കോ. 52 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വേൾഡ് കപ്പിൽ യോഗ്യത നേടുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ വരവ് ഏതായാലും വെറുതെ ആയില്ല. ഗ്രൂപ്പ് ഘട്ടം കടന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് അവർ മുന്നേറിയിരിക്കുന്നു. എന്നാൽ DR കോങ്കോയുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടവരാരും തന്നെ അവർ അനുഭവിച്ചിരുന്ന ചില കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ കഥകൾ അറിഞ്ഞിരിക്കാൻ ഇടയില്ല. വളരെ മൃഗീയമായ പൈശാചികമായ ചില അനുഭവങ്ങളിലൂടെ ഇതിനു മുൻപത്തെ വേൾഡ് കപ്പിൽ അവർ കടന്നുപോയിരുന്നു. മരണഭയത്തിന്റെ മുൾമുനയിൽ നിന്ന് അവർ ഗ്രൗണ്ടിൽ അന്ന് ഫുട്ബോൾ കളിച്ചു. ഈ മരണഭയം കാരണം അവർക്ക് ഗ്രൗണ്ടിൽ ഫുട്ബോളിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയും വന്നു. അങ്ങനെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരാവുകയും പാശ്ചാത്യ മാധ്യമങ്ങളുടെ ക്രൂരമായ വിചാരണയ്ക്ക് വിധേയരാവുകയും ചെയ്തു. വംശീയമായ അധിക്ഷേപമായിരുന്നു ഏറ്റവും കടുത്തത്. എന്താണ് ഇതിനെല്ലാം ആസ്പദമായ സംഭവം? കാര്യങ്ങൾ ഞാൻ ഒരല്പം കൂടി വിശദമാക്കാം. സംഭവങ്ങൾ അരങ്ങേറുന്നത് 1974 പശ്ചിമ ജർമ്മനി ലോകകപ്പിലാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച ലോകകപ്പ്. സബ് സഹാറൻ ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായി ലോകകപ്പ് യോഗ്യത നേടി ചരിത്രം കുറിച്ച ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യം അന്ന് സയർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സയർ കളിക്കളത്തിൽ നേരിട്ടത് കേവലം കായികപരമായ വെല്ലുവിളികളായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ നാട്ടിലെ ക്രൂരനായ ഏകാധിപതിയുടെ കടുത്ത മരണഭീഷണിയായിരുന്നു. പട്ടിണിയും രാഷ്ട്രീയ അടിച്ചമർത്തലുകളും മൂലം ആ ജനത നരകയാതന അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്താണ് രാജ്യത്തിന്റെ സ്വേച്ഛാധിപതിയായ മൊബുത്തു സെസെ സെക്കോ ഫുട്ബോളിനെ തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ആയുധമാക്കാൻ തീരുമാനിക്കുന്നത്. ലോകത്തിന് മുന്നിൽ തന്റെ ഭരണം മികച്ചതാണെന്ന് കാണിക്കാൻ കളിക്കാർക്ക് വലിയ പ്രതിഫലവും വീടും കാറുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മൊബുത്തു അവരെ ജർമ്മനിയിലേക്ക് അയച്ചു. എന്നാൽ ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതിന് പിന്നാലെ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പണമോ ആനുകൂല്യങ്ങളോ ഭരണകൂടം തട്ടിയെടുക്കുകയാണെന്ന് കളിക്കാർ തിരിച്ചറിഞ്ഞു. ഈ സാമ്പത്തിക തർക്കങ്ങളും മാനസികമായ തകർച്ചയും കാരണം കടുത്ത നിരാശയിലായ അവർ അടുത്ത മത്സരങ്ങളിൽ കളിക്കാൻ വിമുഖത കാണിച്ചു. തൽഫലമായി 2ാമത്തെ മത്സരത്തിൽ യുഗോസ്ലാവിയയോട് എതിരില്ലാത്ത 9 ഗോളുകൾക്ക് സയർ ദയനീയമായി പരാജയപ്പെട്ടു. ഈ നാണം കെട്ട തോൽവി ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ കോങ്കോയെ വലിയ തോതിൽ അപമാനിക്കുന്നതിലേക്ക് നയിച്ചു. എന്നാൽ ഈ കനത്ത പരാജയം ഏകാധിപതിയായ മൊബുത്തുവിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അവസാന മത്സരത്തിൽ അന്നത്തെ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കളിക്കാർക്ക് ലഭിച്ചത് കളി തോൽക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് ജീവന് വേണ്ടിയുള്ള ഭീഷണി കൂടിയായിരുന്നു. ബ്രസീലിനെതിരെയുള്ള മത്സരത്തിന് തൊട്ടു മുമ്പ് മൊബുത്തുവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കളിക്കാരുടെ ഡ്രസ്സിംഗ് റൂമിലെത്തി. ബ്രസീലിനോട് 4 ഗോളുകൾക്കോ അതിൽ കൂടുതലോ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടാൽ ആർക്കും നാട്ടിലേക്ക് ജീവനോടെ മടങ്ങാൻ കഴിയില്ലെന്ന ക്രൂരമായ യാഥാർത്ഥ്യം അവരെ അറിയിച്ചു. സ്വന്തം ജീവനും നാട്ടിലുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയും അപകടത്തിലാകുമെന്ന് ഭയന്ന കളിക്കാർ കടുത്ത മാനസിക സമ്മർദ്ദത്തോടെയാണ് ബ്രസീലിനെതിരെ കളത്തിലിറങ്ങിയത്. ലോകകപ്പ് വേദിയിൽ അവർ നേരിട്ട അപമാനഭാരം ഒരു വശത്തും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കാത്തിരിക്കുന്ന മരണഭയം മറുവശത്തുമായി അവരെ വേട്ടയാടി. കളിയിലുടനീളം സമയം കളഞ്ഞ് എങ്ങനെയെങ്കിലും 4ാമതൊരു ഗോൾ വഴങ്ങാതിരിക്കാൻ അവർ ജീവൻ മരണ പോരാട്ടം നടത്തി. ഈ മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലാണ് ലോകകപ്പ് ചരിത്രത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ആ വിചിത്രമായ സംഭവം ഉണ്ടാകുന്നത്. ബ്രസീലിന് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് എടുക്കാൻ ബ്രസീൽ താരം സീക്കോ തയ്യാറായി നിൽക്കുമ്പോൾ റഫറിയുടെ വിസിൽ മുഴങ്ങുന്നതിന് മുൻപ് തന്നെ സയറിന്റെ പ്രതിരോധ താരം ഇലുങ്ക മുവേപ്പു ഓടി വന്ന് പന്ത് ദൂരേക്ക് അടിച്ചു കളഞ്ഞു. ഈ സംഭവത്തിന് റഫറി അദ്ദേഹത്തിന് മഞ്ഞക്കാർഡ് നൽകി. അന്നത്തെ യൂറോപ്യൻ മാധ്യമങ്ങളും കാണികളും ഫുട്ബോൾ നിയമങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ആഫ്രിക്കൻ കളിക്കാരൻ അങ്ങനെ ചെയ്തതെന്ന് കരുതി അവരെ വംശീയമായി പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് മുവേപ്പു ഇതിന്റെ പിന്നിലെ കരളലിയിക്കുന്ന സത്യം വെളിപ്പെടുത്തിയത്. കളി എങ്ങനെയെങ്കിലും സമയം കളഞ്ഞ് അവസാനിപ്പിക്കാനും 4ാമതൊരു ഗോൾ വഴങ്ങി നാട്ടിൽ ചെന്ന് കൊല്ലപ്പെടാതിരിക്കാനുമുള്ള ഭയത്തിൽ നിന്നാണ് താൻ ആ മഞ്ഞക്കാർഡ് ഇരന്നു വാങ്ങിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒടുവിൽ 3-0 എന്ന സ്കോറിന് പരാജയപ്പെട്ടെങ്കിലും
നാലാമതൊരു ഗോൾ വഴങ്ങാത്തതിനാൽ കളിക്കാർക്ക് നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങാൻ കഴിഞ്ഞു. ഭരണാധികാരിയുടെ ക്രൂരതകളും ആഭ്യന്തര രാഷ്ട്രീയവും കാരണം ഒരു ജനതയും അവരുടെ കായിക താരങ്ങളും ലോകത്തിന് മുന്നിൽ എങ്ങനെ അപമാനിക്കപ്പെട്ടു എന്നതിന്റെ കറുത്ത ചരിത്രമാണ് 1974 കോങ്കോയുടെ ഈ ലോകകപ്പ് യാത്ര. വിഭവസമൃദ്ധമായിരുന്നിട്ടും ഭരണകൂടത്തിന്റെ അഴിമതിയും അടിച്ചമർത്തലും കാരണം പട്ടിണിയിലും ദുരിതത്തിലും കഴിഞ്ഞിരുന്ന കോങ്കോയിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ തന്നെയാണ് അന്ന് ആ കളിക്കാരും ലോകവേദിയിൽ അനുഭവിച്ചത്. ഫുട്ബോൾ മൈതാനത്തെ ആ ഭയത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടതും കോങ്കോ എന്ന രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ചതും അവരുടെ സ്വന്തം ഭരണാധികാരിയായ മൊബുത്തു സെസെ സെക്കോ ആയിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ രാജ്യങ്ങളിലൊന്നായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ 3 പതിറ്റാണ്ടുകാലം ഭയത്തിന്റെയും അഴിമതിയുടെയും നിഴലിൽ നിർത്തിയ ഏകാധിപതിയായിരുന്നു മൊബുത്തു സെസെ സെക്കോ. കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യം വലിയ വികസന സാധ്യതകൾ മുന്നിൽ കണ്ട സമയത്താണ് 1965 ഒരു സൈനിക അട്ടിമറിയിലൂടെ മൊബുത്തു അധികാരം പിടിച്ചെടുക്കുന്നത്. തുടർന്ന് തന്റെ രാജ്യത്തിന്റെ പേര് സയർ എന്ന് മാറ്റിയ അദ്ദേഹം പൗരന്മാരുടെ അവകാശങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണം കെട്ടിപ്പടുത്തു. കോങ്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്നത് കല്ലും കൽക്കരിയും യുറേനിയവും സ്വർണവും വജ്രവുമെല്ലാം അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വിഭവങ്ങളുടെ ശേഖരം ഈ രാജ്യത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഈ കോടാനുകോടി വിലമതിക്കുന്ന സമ്പത്ത് രാജ്യത്തിന്റെയോ ജനങ്ങളുടെയോ പുരോഗതിക്കായി ഉപയോഗിക്കുന്നതിന് പകരം മൊബുത്തുവും അദ്ദേഹത്തിന്റെ അനുയായികളും സ്വന്തം ഖജനാവ് നിറയ്ക്കാനാണ് ഉപയോഗിച്ചത്. ഈ കൊള്ളയടികൾ എത്രത്തോളം രൂക്ഷമായിരുന്നുവെന്നാൽ ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ ഭരണകൂടം ചേർന്ന് കൊള്ളയടിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന ക്ലെപ്റ്റോക്രസി അഥവാ കള്ളന്മാരുടെ ഭരണം എന്ന വാക്ക് തന്നെ മൊബുത്തുവിന്റെ ഭരണശൈലിയെ മുൻനിർത്തിയാണ് പിന്നീട് പ്രശസ്തമായത്. ഒരു രാജ്യം വികസനത്തിലേക്കും സാമ്പത്തിക വളർച്ചയിലേക്കും മുന്നേറാതിരിക്കാൻ മൊബുത്തുവിനെ പോലുള്ള ഭരണാധികാരികൾ എങ്ങനെ കാരണമാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോങ്കോയുടെ തകർച്ച. വിദേശ കമ്പനികൾക്ക് കോങ്കോയിലെ വജ്ര സ്വർണ്ണ ഖനികളിൽ ഖനനം നടത്താനുള്ള അനുമതി നൽകി മൊബുത്തു കോടിക്കണക്കിന് ഡോളർ കൈക്കൂലിയായി വാങ്ങി. ഈ പണം അദ്ദേഹം സ്വിസ് ബാങ്കുകളിലെ രഹസ്യ അക്കൗണ്ടുകളിലേക്കും യൂറോപ്പിലെ ആഡംബര കൊട്ടാരങ്ങൾ വാങ്ങുന്നതിലേക്കും വകമാറ്റി. ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കോടീശ്വരനായി മാറിയപ്പോൾ കോങ്കോയിലെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഉഴലുകയായിരുന്നു. രാജ്യത്തെ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അദ്ദേഹം ഒട്ടും താല്പര്യം കാണിച്ചില്ല. റോഡുകൾ നന്നായി കിടന്നാൽ ജനങ്ങൾ തനിക്കെതിരെ എളുപ്പത്തിൽ സംഘടിക്കുമെന്നും സൈന്യത്തിന് അവരെ നേരിടാൻ ബുദ്ധിമുട്ടാകുമെന്നും ഉള്ള ഭയത്താൽ രാജ്യത്തെ ഗതാഗത സംവിധാനങ്ങളെ അദ്ദേഹം മനഃപൂർവ്വം തകർത്തു കളഞ്ഞു. വിദ്യാലയങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതോടെ ഒരു വലിയ തലമുറ തന്നെ അറിവും തൊഴിൽ നൈപുണ്യവും ഇല്ലാത്തവരായി മാറി. ഇത് രാജ്യത്തിന്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലൊടിക്കുകയാണ് ചെയ്തത്. മൊബുത്തുവിന്റെ ക്രൂരതകൾ കേവലം സാമ്പത്തിക കൊള്ളയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ എതിരാളികളെയും സാധാരണ പൗരന്മാരെയും അദ്ദേഹം ക്രൂരമായി ഇല്ലാതാക്കി. പരസ്യമായ വധശിക്ഷകളും തടവിലാക്കലുകളും രാജ്യത്ത് പതിവായിരുന്നു. ജനങ്ങളെ ഭയത്തിന്റെ മുനയിൽ നിർത്തിയാൽ മാത്രമേ ഭരണം നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജനങ്ങളുടെ വിപ്ലവ ചിന്തകളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെയും തടയാൻ അദ്ദേഹം മാധ്യമങ്ങൾക്കും കലാകാരന്മാർക്കും കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സ്വന്തം അഹങ്കാരം പ്രകടിപ്പിക്കാൻ രാജ്യത്തെ പട്ടിണി പാവങ്ങളായ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് കോടികൾ ചെലവഴിച്ച് ആഡംബര കപ്പലുകളും കൊട്ടാരങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. കോങ്കോയിലെ ജനങ്ങൾക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷയോ കുടിവെള്ളമോ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു ഭരണാധികാരി ഈ വിധത്തിൽ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്. DR കോങ്കോ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്നും ആഭ്യന്തര യുദ്ധങ്ങളിലൂടെയും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നതിന്റെ പ്രധാന കാരണം മൊബുത്തുവിനെ പോലുള്ള നേതാക്കൾ രാജ്യത്ത് അവശേഷിപ്പിച്ചു പോയ തകർന്ന ഭരണ സംവിധാനങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം എന്നത് അവിടുത്തെ നിയമവ്യവസ്ഥയുടെ സുതാര്യതയിലും ജനങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിലും സമ്പത്തിന്റെ തുല്യമായ വിതരണത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ മൊബുത്തു തന്റെ 32 വർഷത്തെ ഭരണം കൊണ്ട് ഈ 3 ഘടകങ്ങളെയും പൂർണ്ണമായി നശിപ്പിച്ചു. രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ ഒരു ശാപമായി മാറ്റിയതും പട്ടിണിയിലേക്ക് തള്ളിയിട്ടതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയും ക്രൂരതയുമായിരുന്നു. 1997 അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ സാമ്പത്തികവും സാമൂഹികവുമായ തകർച്ചയിൽ നിന്ന് പൂർണ്ണമായി കരകയറാൻ കോങ്കോ എന്ന രാജ്യത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. സ്വേച്ഛാധിപത്യവും അഴിമതിയും ഒരു വലിയ രാജ്യത്തെ എങ്ങനെ ദരിദ്രമാക്കാം എന്നതിന്റെ ദയനീയമായ ഓർമ്മപ്പെടുത്തലായി മൊബുത്തുവിന്റെ ഭരണകാലം ചരിത്രത്തിൽ അവശേഷിക്കുന്നു. ഈ കറുത്ത ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ലോകകപ്പിൽ DR കോങ്കോ കുറിച്ച ചരിത്ര നേട്ടത്തെ നാം നോക്കിക്കാണേണ്ടത്.
അന്ന് 1974 ഏകാധിപതിയുടെ കടുത്ത മരണഭീഷണിയുടെയും വംശീയ അധിക്ഷേപങ്ങളുടെയും മുൾമുനയിൽ നിന്ന് കണ്ണീരോടെ പന്തു തട്ടിയ ഒരു തലമുറയുണ്ടായിരുന്നു അവിടെ. ഫുട്ബോൾ മൈതാനത്ത് അവർ അനുഭവിച്ച ദയനീയതയും രാഷ്ട്രീയ ഭീകരതയും ദശാബ്ദങ്ങളോളം ആ ജനതയെ വേട്ടയാടി. എന്നാൽ 52 വർഷങ്ങൾക്ക് ശേഷം ചോരയും കണ്ണീരും വീണ അതേ മണ്ണിൽ നിന്നും പുതിയൊരു തലമുറ ലോകവേദിയിലേക്ക് പൊരുതി കയറുകയായിരുന്നു. ഇത്തവണ അവർ കളിക്കുന്നത് ഏതെങ്കിലും ഏകാധിപതിയുടെ അഹങ്കാരം തീർക്കാനോ മരണഭയം കൊണ്ടോ അല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും അപമാനങ്ങൾക്കും മറുപടി നൽകാനും ലോകഭൂപടത്തിൽ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോങ്കോ നേടിയ ഈ ലോകകപ്പ് നോക്കൌട്ട് പ്രവേശനം കേവലം ഒരു കായിക വിജയം മാത്രമല്ല, അത് ഭയത്തിനു മേൽ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്. ആഫ്രിക്കൻ പുള്ളിപ്പുലികളുടെ ഈ പോരാട്ട വീര്യത്തെ നമുക്ക് കൈയടിച്ചു തന്നെ സ്വീകരിക്കാം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.